സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് വരണം. MG റോഡിലാണ് ഉള്ളത്. ഒരു 5 മിനിറ്റ് എടുക്കും. ഓ ആ, അങ്ങനെയാണ് ക്യാൻസൽ ചെയ്ത് വേറെ ബുക്ക് ചെയ്യാവോ? ഓക്കെ. ഞാൻ വരാം. 5 മിനിറ്റ്. MG റോഡിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാന്നുണ്ട് നിങ്ങൾ അവിടുന്ന് ക്യാൻസൽ ചെയ്യണോ? എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കസ്റ്റമർ പെട്ടെന്ന് അത്യാവശ്യമാവുമല്ലോ, എന്ത് ചെയ്യാനാ, പറന്നു പോകാൻ പറ്റുമോ? ക്യാൻസൽ ചെയ്യട്ടെ. ഇത് മൊത്തം 8 കിലോമീറ്റർ 204. അപ്പോൾ 204 നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ടോൾ 15. ഞാനത് കളക്ട് ചെയ്തിട്ടില്ല കസ്റ്റമറുടെ അടുത്തുനിന്ന്. അത് യൂബർ കളക്ട് ചെയ്തതിനോ ഇല്ലയെന്ന് അറിയില്ല. ടോളിൻ്റെ പൈസ ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോകുമ്പോൾ ടോളിൻ്റെ പൈസ അവിടുന്ന് പിടിക്കുമെന്ന് അവൻ ചോദിച്ചിട്ടുണ്ട്. തിരിച്ചു വരില്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി തിരിച്ച് പോകുന്ന വഴിക്ക് പിടിക്കുമായിരിക്കും. നോക്കുക എന്താണെന്നറിയാം. ഈ വില്ലിംഗ്ടൺ ഐലൻഡ് എന്താ സംഭവം എന്ന് ഞാൻ ഇതിനകത്ത് ഇതുവരെ വന്നിട്ടില്ല. എന്താ സംഭവം എന്ന് അറിയില്ല. ആരോട് ചോദിച്ച് നോക്കണം. അതിൻ്റെ അകത്ത് ഹോട്ടല് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും എല്ലാം, എന്ത് കാര്യങ്ങളും, ഹോട്ടല്, ബാർ, പിന്നെ എന്താ പറയുക, ഫുള്ള് ചെറിയ മെഡിക്കൽ ഷോപ്പ് കാര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട്. അതെന്താ സംഭവം, ഇതായിരിക്കുള്ളതാ എന്താണെന്നൊന്നും അറിയില്ല. അതിനെപ്പറ്റി ആരോടെങ്കിലും അന്വേഷിച്ച് നോക്കണം. നമുക്കെന്തായാലും അവിടെ ടോളിലെത്തുന്നതിന് മുന്നേ ഓല കൂടെ ഓൺ ചെയ്യാം. പിന്നെ റാപ്പിഡോ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കാരണം ഇവിടുന്ന് ഏത് വിധേന ഓർഡർ വരാനെന്നൊന്നും അറിയില്ല. ഓലയും റാപ്പിഡോ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് യൂബറിൽ മാത്രമാണ് ട്രിപ്പ് എടുത്തത്. കാരണം ഒരു ട്രിപ്പ് എടുത്ത് അത് കസ്റ്റമർ ഇറക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു യൂബറിൽ നമ്മളൊരു 3 ട്രിപ്പ് അങ്ങനെ എടുത്ത് ടോട്ടല് ലാസ്റ്റ് പറയാം അല്ലേ, എൻഡിങ്ങിൽ എല്ലാത്തിലും എന്തൊക്കെ ട്രിപ്പ് വന്ന് കാര്യങ്ങൾ ലാസ്റ്റ് പറയാം. ഇപ്പോൾ 3 ട്രിപ്പ് എടുത്ത് ടോട്ടല്. അപ്പോൾ ഗൈസ് ഇതാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. പോയി എന്താ സംഭവം എന്ന് നോക്കാം. എത്രയാണ് ഇവിടെ ചാർജ് കാര്യങ്ങൾ ഒക്കെ. ചാർജ് ഇല്ലാന്ന് തോന്നുന്നു. തിരിച്ചു വരുന്നതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ചെക്ക് പോസ്റ്റിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ സീനില്ല. അപ്പോൾ ടോളിൻ്റെ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. തിരിച്ചു വരുന്നതൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പുറത്തെ ഭാഗത്ത് ടോളിൽ ആരും ഉണ്ടായില്ല. ഞാൻ നേരെ തന്നെ ഇങ്ങെടുത്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഗൈസ് അപ്പം നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് MG റോഡിൽ ഇരിക്കുകയാണ്. സകലമാന ആപ്പുകളും ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡോ, കേരള സവാരി, ഊബർ ഓണാക്കിയിട്ടില്ല. ഊബർ, ഓല, 4 ആപ്പ് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഏതിലാണ് അടി വരാമെന്ന് നോക്കാം. ഫുഡൊക്കെ കഴിച്ച് യൂബർ ഓണാക്കിയ പാട് അടി വന്നല്ലോ. 10 കിലോമീറ്റർ വേണ്ടല്ലേ? വേണ്ടേ? അത് കിട്ടില്ല എന്തായാലും. വേണ്ട. 10 കിലോമീറ്റർ 200 റുപ്യ. അവിടെ എത്തിയ യൂബറിൻ്റെ കമ്മീഷനും പിടിച്ചാൽ പിന്നെ 170 റുപ്യൊക്കെ ഉണ്ടാവും നഷ്ടം. രാത്രി പ്രത്യേകിച്ച്. വേറെ ഓട്ടം വരും, നോക്കാം നമുക്ക്. തേവയ്ക്ക് ഒരു ഓട്ടം വന്നിട്ടുണ്ട് 3 കിലോമീറ്റർ 100. അത് കിട്ടിയോ ഇല്ലയെന്നറിയില്ല. റാപ്പിഡോയിൽ വന്നു. കൈ വെക്കുമ്പോഴേക്ക് പോയി. കൈ എത്തിക്കില്ല, അപ്പോഴേക്ക് പോയി. രണ്ടും പോയി, എല്ലാം പോയി, ഒന്നുമില്ല. റാപ്പിഡോ അടിയുമ്പോൾ എല്ലാവർക്കും അടിയും. കൈ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അരിയത്ത് വെക്കണം. ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കൈയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുക്കുമ്പോഴേക്ക് അതാരും എടുത്തോണ്ടോ. അപ്പോൾ കുഴപ്പമില്ല. ട്രിപ്പിങ്ങനെ അടിയുന്നുണ്ട്. നമ്മൾ കേരള സവാരി ഉണ്ട് ഇവിടെ. ഇതിലൊന്നും ഇപ്പോൾ ആരും അടിക്കൂല. കേരള സവാരി എടപ്പള്ളിക്ക് എത്രയാ റേറ്റ്? എത്രയാണ് കാണിക്കുന്ന? കാണുന്നില്ല. 159. അത് നോക്കാം, എടുത്തു നോക്കാം. മെറൈൻ ഡ്രൈവ് എന്നാണ്. നോക്കട്ടെ. മെറൈൻ ഡ്രൈവ് എന്നാണ് ഓട്ടം കാണിച്ചത്. അപ്പോൾ നോക്കാം. സകലമാന ആപ്പ് ഓണാക്കിയോണ്ട് പോയോ
ഇപ്പോൾ ഒന്നും കാണുന്നില്ല, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഊബർ ഗോയിലൊരു ഓട്ടം വന്നിട്ടുണ്ട് വൈപ്പിനിലേക്ക്. അത് നമുക്ക് എന്തായാലും എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കേരള സവാരിയിൽ വന്ന ഓട്ടം എന്തായി, അത് പോയോ ഇല്ലേന്നറിയില്ല. 2 ഫോണൊക്കെ വെക്കേണ്ടി വരും എന്നാലേ നടക്കണം. അത് പോയിന്ന് തോന്നട്ടോ. അത് കസ്റ്റമർ ക്യാൻസൽ ആക്കിയിട്ടുണ്ടാവും ലോങ് കാണിച്ചോണ്ട്. അപ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇനി അതിലൊരു ഓട്ടം ഉണ്ട്, ഓലയിലാണ് ഓട്ടം വന്നത് കേട്ടോ. മെറൈൻ ട്രെയിനിങ് സർവീസസ്, അതെവിടെയാണ്? 1.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് നമുക്ക്. മറ്റേ യൂബറിൻ്റെത് സെൻട്രൽ സ്ക്വയർ മാള്, അതും കസ്റ്റമറെ വെറുപ്പിക്കാനും പറ്റൂലല്ലോ. യൂബർ ക്യാൻസലായ പണിയും കിട്ടും. നമുക്ക് തൽക്കാലം ഓലൻ്റെ ഓട്ടോ എടുത്താലോ? അല്ലേ വേണ്ട, യൂബറിൻ്റെ എടുക്കാം. ഓലയിൽ പൈസ എടുക്കണം. ഓലൻ്റെ ഓട്ടോ എടുത്താൽ ഓലയിൽ 169 പോയ പൈസ പിടിക്കും. ഓല എടുക്കട്ടെ, കസ്റ്റമർ ക്യാൻസൽ ചെയ്യും. യൂബർ MG റോഡ് സെൻട്രൽ സ്ക്വയർ മാള കാണിക്കുന്നത്, അതെടുക്കാം. ഓക്കെ, അപ്പോൾ ആ കസ്റ്റമറെ പിക്ക് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറെ വൈപ്പിനിൽ ഇറക്കിയിട്ടുണ്ട്. വൈപ്പിനിലേക്കാണ്, സെൻട്രൽ സ്ക്വയർ മാളിൽ നിന്ന് വൈപ്പിനിലേക്കാണ് കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയൊക്കെ വൈപ്പിനിലേക്ക് ട്രിപ്പ് എടുത്ത ഇതിൻ്റെ അവസ്ഥ, കാലിയടിച്ച് തിരിച്ച് ഇറക്കി 8 കിലോമീറ്ററും കാലിയടിച്ച് തിരിച്ച് പോകേണ്ടി വരും. പിന്നെ കിട്ടിയാൽ കിട്ടി, എപ്പോഴും പറയണ പോലെ അല്ല, എപ്പോൾ ഓണാണ്. കിട്ടിയെങ്കിൽ കിട്ടി, വേറെന്താ ചെയ്യാനാ. അപ്പം വൈപ്പിൻ്റെ രാത്രി കാഴ്ചയാണ് നിങ്ങൾ ആസ്വദിക്കുന്നത്. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഞാനെന്തൊക്കെ പറയാണ്, അപ്പോൾ ഞാനെന്താ ഈ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. കിളിക്കൂട് തട്ടുകട. അപ്പോൾ അടുത്ത ട്രിപ്പ് വരികയാണെങ്കിൽ പറയാൻ കണ്ട, വണ്ടിയൊക്കെ ഇങ്ങനെ സൈഡാക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോവാണ്. അടുത്ത ട്രിപ്പ് വരികയാണെങ്കിൽ പറയാം ഗൈസ്. നമുക്ക് ഇതുവരെ ആയിട്ട് ഒന്നിലും അടിച്ചില്ല കേട്ടോ. ഞാൻ പിന്നെ റണ്ണിങ് വീഡിയോസ് എടുക്കാത്തത്, പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുണ്ടാന്ന് കരുതിയാണ് റണ്ണിങ് വീഡിയോസ് എടുക്കാത്തത്. ഇതുവരെ എനിക്ക് ഓർഡറൊന്നും അടിച്ചിക്കൊന്നുമില്ല. എന്താ പറയുക, എല്ലാ ആപ്പും ഓണാക്കിയിട്ടിട്ടുണ്ട്, ഒന്നിലും ഓർഡറൊന്നും അടിച്ചിക്കൊന്നുമില്ല. അപ്പോൾ എന്ത് മനസ്സിലായിന്ന് വെച്ചാൽ, രാത്രി വൈകിയുള്ള വൈപ്പിന് ഓട്ടങ്ങൾ എടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് അത് മതി. പഠിക്കുന്നത് എന്നൊന്നും പറഞ്ഞത് നമ്മുടെ നാടൻ ഭാഷ മതിയല്ല, കണ്ണൂരേരെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ സംസാരിച്ച് ഈ മലപ്പുറംകാർ ഫ്രണ്ട്സും കാസർഗോഡ് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കണ്ണൂർ ഭാഷയെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കുറേയൊക്കെ ഇച്ചെവിടെ അങ്ങനെയൊക്കെയാണ് വായിൽ വരുന്നത്. അല്ലാതെ പഴയ നമ്മുടെ ഇഞ്ഞെവിടെയുള്ള ഇപ്പോൾ അതൊന്നും ഇല്ല. ഇച്ചെവിടെ ഫുഡ് കഴിച്ചിനോ അങ്ങനെയൊക്കെയാണ് വരുന്നത്. കാരണം നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയാണ്, മലപ്പുറംകാരാണ് ഫ്രണ്ട്സ് ഉള്ളത് അധികം. മലപ്പുറം, കാസർഗോഡ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, മലപ്പുറം അധികം ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ നാടൻ ഭാഷയൊക്കെ മറന്നു. അല്ലാണ്ട് ഇഞ്ഞടിയാടുള്ള അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ചെവിടേക്ക് ഞാൻ വരാം അങ്ങനെയൊക്കെയാണ്. ഒരു കണക്കിന് എന്താ പറയുക, ഒരു രസം. പല ഭാഷ ഓരോ രസം. ഇടയ്ക്ക് വേണം മലപ്പുറംകാരനാകാം, ഇടയ്ക്ക് തനി കണ്ണൂരുകാരനാവുക, ഇടയ്ക്ക് കൊച്ചിക്കാരനാവാം. മച്ചാനെ ഒരാ കൊച്ചി കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. മച്ചാനെ നമ്മ സീനാണ് മച്ചാനെ. അങ്ങനെ കുറേ ഭാഷകളുടെ വ്യത്യാസത്തിൽ അവരെ അടുത്ത് പോയാൽ നല്ലൊരു അമ്പ് ചാടി കേട്ടോ. കൊച്ചിക്കാർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയാൽ മച്ചാനാ പറ മച്ചാനാ, ഏത് മൂഡ്, പൊളി മൂഡ്. നമ്മ മലപ്പുറം ടീമിൻ്റെ എവിടെ പന്ത് കളിക്കാൻ വരുന്നില്ലേ? അവരെ കൂടെ ഫുട്ബോൾ കളിയാണ് ടർഫിന്ന്. അത് 5 പന്ത് കളിക്കാൻ വരുന്നില്ലേ? ഫോൺ വിളിച്ചാൽ തന്നെ 5 പേര് കൊടുക്ക്, ഗ്രൂപ്പിലുണ്ട് പേരും കാര്യങ്ങളും. 5 പേര് കൊടുക്ക്, 5 പന്ത് കളിക്കാൻ വരുന്നില്ലേ?
അങ്ങനെ. മറ്റേത് പിന്നെ നമ്മുടെ കൊച്ചിക്കാർ നമ്മുടെ ഈ ടാക്സി ഗ്രൂപ്പിലുള്ളതാകുന്നു. അവർ മച്ചാനെ എന്താണ് മച്ചാനെ, ഓട്ടോണ്ടോ മച്ചാനെ, നിങ്ങ എവിടെ മച്ചാനെ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. ഇതുവരെ ഓർഡർ അടിച്ചിട്ടില്ല. നമ്മൾ കസ്റ്റമറെ കൊണ്ടാക്കി തിരിച്ച് എന്താ പറയുക പിക്കപ്പ് ചെയ്തെടുത്ത് തന്നെ എത്തിയിട്ടില്ല. അത് സെൻട്രൽ സ്ക്വയർ മാളിൽ. ഇപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്താറായി. ഇത് ഹൈക്കോർട്ടിൻ്റെ അവിടെ നമ്മുടെ മറ്റേ പാർക്കൊക്കെ ഇല്ല, അവിടെ എത്താനായി. ഇതിൻ്റെ പേര് പറഞ്ഞു, എന്തിനും പാർക്ക് എന്താ പേരില്ലേ അവിടെ, ഫുഡ് സ്ട്രീറ്റൊക്കെ അല്ല, വായിക്കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ എത്താനായി, നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അതിൻ്റെ പേരെന്തേനോ, ഫ്രൂട്ട് ബേയാ, വോക്ക് ബേയാ, എന്തോ ഒരു പേരില്ലേ, കിട്ടുന്നില്ല. പണ്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ എത്താനായി. പൊട്ട ഫോണ്, ഫോണ് പൊട്ടാന്നൊന്നും പറയില്ല, 4 ആപ്പ് ഓണാക്കിയിട്ടുണ്ട്. ഇത് പൊട്ടണ പോലെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഓർഡർ ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ MG റോഡ് എത്തി. അങ്ങനെ വന്ന് MG റോഡ് എത്തി. നമ്മളിവിടെ സെൻട്രൽ സ്ക്വയർ മാളിൽ നിന്നാണ് കസ്റ്റമറെ പിക്ക് ചെയ്തത്. എവിടെയാണ് നമ്മൾ ആ കസ്റ്റമറെ. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറെ അവിടെ വൈപ്പിനിലിറക്കിയതിന് ശേഷം വൈപ്പിന് ഇങ്ങോട്ട് വരെ ഒരു 2-3 മാച്ച് ട്രിപ്പ് അടിഞ്ഞിട്ടുണ്ട്. അതിലൊന്നും എടുത്തിട്ട് ഒരു ട്രിപ്പ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം മാച്ച് ട്രിപ്പ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. 2-3 അടിഞ്ഞിട്ടുണ്ട് മാച്ച് ട്രിപ്പ്. കിട്ടില്ല എന്ന് പറഞ്ഞാൽ എടുത്തു, ചിലതൊന്ന് റിക്വസ്റ്റ് വേറെ ആളെടുത്തു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സമയം 12:30 അങ്ങനെയായി. അപ്പോൾ നമുക്ക് ഇതുവരെ യൂബർ ട്രിപ്പ് കിട്ടിയത് 4 ട്രിപ്പാണ്, 965 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ 8 മണിക്കായിട്ട് ഇറങ്ങിയല്ലേ, 4 മണിക്കൂർ നമ്മൾ ഓടി 965 നമുക്ക് കിട്ടിയത്. അപ്പോൾ ഓട്ടം കുറവുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ഒരു സ്പോട്ടില്ല, നേരത്തെ നമ്മൾ അവിടെ തന്നെ നമുക്ക് വണ്ടി സൈഡാക്കി അവിടെ കിടക്കാമെന്ന് വിചാരിക്കും. അവിടെ ആകുമ്പോൾ സീനില്ല, കണ്ട. അങ്ങനെ കിടക്കാൻ വിചാരിക്കുമ്പോൾ ഓരോ ട്രിപ്പ് വരാൻ. ചെലവന്നൂരാ, ഇതൊക്കെ എവിടെയാണെന്നാവോ. ഇത് നമുക്ക് വന്നത് ട്രിപ്പ് ഇതിലാണ്, ഓലയിലാണ്. അപ്പോൾ ഇതേപോലെ വൈപ്പിന് അങ്ങനത്തെ ഉള്ള ഏരിയയിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ റിട്ടേൺ കാലിയായിട്ട് വരേണ്ടി വരും. കാരണം ഇപ്പം ഇനി അതുകൊണ്ട് CNG ഇല്ല. CNG 2 കട്ട തീരാറായിട്ടുണ്ട്. 2 കട്ടയും കൂടെ ഉള്ളൂ CNG. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ള ഏരിയക്കൊന്നും എടുക്കണ്ട, നോക്കിയിട്ട് പറ്റിയതുണ്ടെങ്കിൽ മാത്രം എടുക്കാം. ഇവിടെ ഫുള്ളായല്ല വണ്ടികൾ, ആകെയുള്ള ഒരു സ്ഥലം ഇവിടെ ആയിരുന്നു. ഒതുക്കി വെക്കായിട്ട് അവിടെ ഒക്കെ ഒരു 4 വണ്ടി വെക്കായിരുന്നു. കാലം ഇവിടെ സൈഡ് ചെയ്യാം, എന്നിട്ട് ഇവിടെ ഇരിക്കാം. ഓക്കെ, നമുക്കിനി ഏതൊക്കെ ട്രിപ്പ് വരുന്നത് നോക്കാം. ഓലയിലുള്ള ആ ട്രിപ്പ് ഞാൻ എടുത്തേക്കില്ല, പിന്നെ കേരള സവാരി ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഓലയിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ട്രിപ്പിൽ 3 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. അപ്പോൾ ഈ 100 സംതിങ് ആണ് എമൗണ്ട് കാണിച്ചത്. അപ്പോൾ ആ റേറ്റിൽ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പറ്റില്ല, ക്യാൻസൽ ചെയ്തോന്നാണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അത് വേണ്ട, പോട്ടെ. നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. വെറുതെ എണ്ണ കളഞ്ഞുള്ള പരിപാടിക്കില്ല. ഇപ്പോൾ തന്നെ അവിടുന്ന് വൈപ്പിന് തിരിച്ച് റിട്ടേൺ കാലി അടിച്ചാൽ വന്നത്. അപ്പോൾ നമുക്ക് ഓലയിലൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ, വൈറ്റിലൊക്കെ. അപ്പോൾ കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കാം. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടത്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കോള് പോകുന്നില്ല, എടുക്കുന്നില്ലല്ലോ.
ബെല്ലടിന്നുണ്ട്, എടുക്കുന്നില്ല. മിക്കവാറും വേറെ വണ്ടി കിട്ടി പോയിട്ടുണ്ടാവും. വെറുതെ അവിടം വരെ പോയി കഴിഞ്ഞിട്ട് ശശിയാവും. എന്തായാലും ഒന്നുകൂടെ വിളിച്ചു നോക്കാം ലാസ്റ്റ്. ഇല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, പോകുന്നില്ല. റിങ് ചെയ്യുന്നുണ്ട്. എടുക്കുന്നില്ല ഫോണ്. പിന്നെന്ത് ചെയ്യണ്ട? ഹലോ ഹലോ, റെയിൽവേ സ്റ്റേഷനിലാണോ? പില്ലർ നമ്പർ എത്ര? സ്റ്റേഷന്റെ അകത്താണോ? അത് സ്റ്റേഷന്റെ അകത്താണോ പുറത്തേത്തെ റോഡിലാണോ? ആ അത് പില്ലർ കാണുന്നുണ്ടോ? മെട്രോ പില്ലർ. ആ പില്ലർ നമ്പർ പറഞ്ഞാൽ മതി. സ്റ്റേഷന്റെ അങ്ങോട്ടേക്ക് വരണം. MG റോഡിലാണ് ഉള്ളത്. ഒരു 5 മിനിറ്റ് എടുക്കും. ഓ ആ, അങ്ങനെയാണ് ക്യാൻസൽ ചെയ്ത് വേറെ ബുക്ക് ചെയ്യാവോ? ഓക്കെ. ഞാന് വരാം. 5 മിനിറ്റ്. MG റോഡിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ക്യാൻസൽ ചെയ്യണോ? എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കസ്റ്റമർ പെട്ടെന്ന് അത്യാവശ്യമാവുമല്ലോ, എന്ത് ചെയ്യാനാ, പറന്നു പോകാൻ പറ്റുമോ? ക്യാൻസൽ ചെയ്യട്ടെ. അതുപോലത്തെ ഓരോന്നുണ്ട്. ബുക്ക് ചെയ്താൽ അപ്പോഴും എത്താൻ പറ്റുമോ? 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ എത്തണ്ടേ? 5 മിനിറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ ചേട്ടാ അത്യാവശ്യമാണെന്ന്. അത്യാവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്ത് വേറെ ബുക്ക് ചെയ്തോ. എന്നോട് ക്യാൻസൽ ചെയ്യുമോ? ഓൾറെഡി നേരത്തെ ഒരു വള്ളി ക്യാൻസൽ ചെയ്തതാ. അവിടെ നിൽക്കട്ടെ, ഓലല്ല, സീനില്ല. നമുക്ക് റാപ്പിഡോ ലോണല്ലേ. ആ, കസ്റ്റമർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തോ ഓർഡർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ആ, ക്യാൻസൽ ചെയ്തതിൻ്റെ സൗണ്ട് അത്. യൂബറിലൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് 466 രൂപേൻ്റെ ട്രിപ്പ്. പക്ഷെ അത് എടുക്കുമ്പോൾ അതിൽ ക്യാൻസലായി. ആ ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ, അത് പോയി. എന്തായാലും വെയിറ്റ് ചെയ്യാം, നോക്കാം നമുക്ക്.